നമ്മുടെ ഇവിടെ വീണ് ഗൈസ്. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു ഗൈസ്. ഇതാ കണ്ടില്ലേ, നമ്മള് രാവിലത്തെ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ടോ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. ബസ് ഇറങ്ങി കുറെ നടക്കാനുള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ കുറെ കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട്. കോളേജിൽ പോകുന്ന വഴിയിലുണ്ടല്ലോ ഇതേപോലെ നല്ല നല്ല വൈബുള്ള വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒന്നില് താമസിക്കണം എന്നാട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം. എന്തെങ്കിലും ഒരിക്കൽ നടക്കുമായിരിക്കും ഇല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോടാ. ഇപ്പഴാ കുറച്ച് വെട്ടവും വിളിച്ചൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നടന്ന് പതിവ് പോലെ നമ്മള് കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ബുക്ക് കാണിക്കാം. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഈ കണക്ക് ചെയ്ത് ക്ഷീണിച്ചടക്കുന്ന എന്നെ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എല്ലാരും നാട്ടിൽ പോയോണ്ട് തന്നെ ക്ലാസ്സിൽ കുറച്ച് പേരുണ്ടായിരുന്നു. നോമ്പായോണ്ട് തന്നെ എല്ലാരും മുഖം കണ്ട മനസ്സിലാവും നല്ല ക്ഷീണാണല്ലേ. ഇത് വേറെ ഒന്നല്ല കേട്ടോ, ഇന്നത്തെ കണ്ടന്റ് എന്നെ തന്നെ ആക്കാനുള്ള പരിപാടിയായിട്ട് ഇവർ കാണിച്ചു വിട്ടുന്നത്. മാമ് മുന്നിലിടുന്ന ഒരു വിചാരം പോലും പിള്ളേർക്കില്ലട്ടെ. പിള്ളേർ എന്തൊക്കെയല്ലേ കാണിച്ചു വിട്ടുന്നത്. പിന്നെതാ നമ്മുടെ പിള്ളേർ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ നാട്ടിൽ പോവാൻ വേണ്ടി. മണിക്കൂർ ഒന്നായിട്ട് ഊബർ വരുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. ഊബർ ഇല്ലേലും എന്താ, നമുക്ക് നമ്മുടെ കാലുണ്ടല്ലോടാ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു സംഭവം കണ്ടോടാ. ആലിപ്പഴം വീണ് ഗൈസ്. നമ്മുടെ ഇവിടെ ലാസ്റ്റ് ആലിപ്പഴം വീണു. കാണിച്ചു തരട്ടോ. ആദ്യമായിട്ട് കാണുന്നോണ്ടാണെന്ന് അറിഞ്ഞൂടാട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആയി പോടാ ഞങ്ങള്. എന്തായാലും ആലിപ്പഴം കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അപ്പൊ നമുക്കൊരു ചായ ആവാലല്ലേ. അങ്ങനെ നമ്മള് ചായയും കുടിച്ച് റൂമിലെത്തി അടുത്ത ആലിപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കാട്ടേ കാണുന്നേ. അപ്പൊക്കെ ബൈഡാ.